ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജീവനക്കാർക്ക് ഒരു പ്രയോജനവുമില്ലാത്ത പദ്ധതിയാണ് മെഡിസെപ്പ് എന്ന് കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ. പൊതുവിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ആകർഷകമായ നിരക്കിൽ വായ്പാ സൗകര്യങ്ങൾ ഒരുക്കി സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ഡയാലിസിസ് സെന്റർ ഇനി ഡോക്ടർ PM കുട്ടി മെമ്മോറിയൽ ഡയാലിസിസ് സെന്റർ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ജീവനക്കാർക്ക് ഒരു പ്രയോജനവുമില്ലാത്ത പദ്ധതിയാണ് മെഡിസെപ്പ് പദ്ധതിയെന്ന് കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ. ജീവാനന്ദം എന്ന പുതിയ പദ്ധതി കൂടി നടപ്പാക്കി ജീവനക്കാരെ കൊള്ളയടിക്കുകയാണെന്നും സർക്കാർ സമീപനം തിരുത്തണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സംസ്ഥാന സമ്മേളന വിശദാംശങ്ങൾ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ഇപ്പോഴും ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയെ താങ്ങി നിർത്തുന്നത് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരാണ്. നമ്മൾ നമ്പർ 1 ഈ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമ്പർ 1 ആണെന്ന് പറയുമ്പോൾ പോലും കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ, പ്രത്യേകിച്ച് നഴ്സുമാർ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. അത് പലപ്പോഴും മൂടി വെക്കപ്പെടുന്നു. ഞങ്ങളെപ്പോലുള്ള നേതാക്കൾ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള സംഘടനകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സമരങ്ങളിലേക്കും തെരുവുകളിലേക്കും ഇറങ്ങുമ്പോഴാണ് അത് മാധ്യമ ശ്രദ്ധ പോലും പിടിച്ചു പറ്റുന്നത്. ഇപ്പൊ ഇവിടെ 7000 പേർ NHM MLSPയുമായിട്ട് കേരള സർക്കാരിന്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. ടെമ്പററി സ്ഥിര ജീവനക്കാരല്ല. അവർക്ക് കഴിഞ്ഞ 1.5 മാസമായിട്ട് ശമ്പളം ലഭിച്ചില്ല. ഇത്രയും നാളായിട്ട് അവർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല. എന്ന് മനസ്സിലാക്കണം, ഇത് സ്വകാര്യ മേഖലയിലല്ല, നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ കേന്ദ്ര പദ്ധതിയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരുടെ അവസ്ഥ. 7000 നഴ്സുമാർ. കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ 36ാം സംസ്ഥാന സമ്മേളനം ജൂൺ 29 കോഴിക്കോട് ടൗൺ ഹാളിലെ ഉമ്മൻചാണ്ടി നഗറിൽ നടക്കും. കോഴിക്കോട് MP MK രാഘവൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് KS പതാക ഉയർത്തും. വിവിധ സംഘടനാ നേതാക്കൾ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കും. ഉച്ചകഴിഞ്ഞ് നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ ഉദ്ഘാടനം നിർവഹിക്കും. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പോടെ സമ്മേളനം അവസാനിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് KS അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയ ശേഷം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ കൊളത്തൂർ സ്വാമി ഗുരുവരാനന്ദ മെമ്മോറിയൽ HSS ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പണ്ട് പൊട്ടിപ്പൊളിഞ്ഞ ബെഞ്ചുകളും ഓലമേഞ്ഞ മേൽക്കൂരയും കുമ്മായം അടർന്നു വീഴുന്ന ക്ലാസ് മുറികളുമായിരുന്നു പൊതുവിദ്യാഭ്യാസ മേഖലയെങ്കിൽ ഇന്ന് ആ സ്ഥിതി മാറി. മെച്ചപ്പെട്ട ഭൗതിക അന്തരീക്ഷം പൊതുവിദ്യാലയങ്ങളിൽ സാധ്യമായി. അടുത്ത ഘട്ടത്തിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം സമൂഹത്തിന് നൽകുക എന്നതാണ്. അതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഓരോ ഷീറ്റുകളിലും നിരന്തരമായ സ്കൂളുകളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെയായിരുന്നു. ഇപ്പോൾ നല്ല സ്കൂളുകൾ, സൗകര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടുള്ള സ്കൂളുകൾ നമ്മുടെ നാട്ടിലുണ്ടായി വരികയാണ്. അപ്പോൾ ഭൗതിക സാഹചര്യങ്ങളിലുള്ള വർധന മാത്രമല്ല, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം സമൂഹത്തിൽ നൽകുക എന്നതാണ് അടുത്ത ഘട്ടത്തിൽ ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ആ ദിശയിലേക്ക് പോകണമെങ്കിൽ എല്ലാ വിദ്യാലയങ്ങളിലും ആധുനിക സാങ്കേതിക വിദ്യയുടെ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ബാധ്യതയും നമുക്ക് ഏറ്റവും വലുതായി.
പരിപാടിയിൽ നന്മണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണവേണി മാണിക്കോത്ത് അധ്യക്ഷത വഹിച്ചു. എഡ്യൂക്കെയർ സ്കൂൾ തല പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ റസിയ തോട്ടായി നിർവഹിച്ചു. പ്രിൻസിപ്പൽ സിബി ജോസഫ് സ്കൂൾ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രധാനാധ്യാപിക ഷീല ടി, PTA പ്രസിഡന്റ് നാസർ PK, ചേളന്നൂർ ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസൻ ഈച്ചരോത്ത്, നന്മണ്ട ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രതിഭ രവീന്ദ്രൻ, താമരശ്ശേരി DEO N മൊയിനുദ്ദീൻ, സജിന, മഹേഷ് കേറോത്ത്, NV ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ആകർഷകമായ നിരക്കിൽ കൂടുതൽ വായ്പാ വിതരണത്തിനൊരുങ്ങി സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ. ചെറുകിട സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ 6% നിരക്കിൽ 20 ലക്ഷം രൂപ വരെയാണ് വായ്പ അനുവദിക്കുകയെന്ന് KSMDFC അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതിന്റെ ഭാഗമായി ക്രെഡിറ്റ് ലൈൻ 1-ൽ 6% പലിശയ്ക്ക് 20 ലക്ഷം രൂപ വരെ വ്യവസായ സംരംഭകർക്ക് നൽകുന്നതിനുള്ള പദ്ധതിയാണ്, അതിനുള്ള പണമാണ് അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകത, ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് 92,000 രൂപ താഴെ വാർഷിക വരുമാനം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. 56 വയസ്സിൽ താഴെയുള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയും. എന്നാൽ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് 1,20,000 രൂപ വരെ വരുമാനമുള്ളവർക്ക് ഈ അപേക്ഷ കൊടുക്കാവുന്നതാണ്. പരമാവധി 20 ലക്ഷം രൂപ അതിനുവേണ്ടി സഹായം നൽകും. വായ്പയ്ക്കായി കുടുംബ വാർഷിക വരുമാനം ഗ്രാമങ്ങളിൽ 98,000 രൂപയും നഗരങ്ങളിൽ 1,20,000 രൂപയുമാണ് പരിധി. വായ്പ ലഭിച്ച് 6 മാസത്തിന് ശേഷം തിരിച്ചടവ് തുടങ്ങിയാൽ മതിയാകും. 60 മാസമാണ് കാലാവധിയെന്നും അധികൃതർ പറഞ്ഞു. കുടുംബ വാർഷിക വരുമാനം 1,20,000 മുതൽ 8 ലക്ഷത്തിന് താഴെയുള്ളവർക്കും ഈ പദ്ധതിയിൽ 30 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. വനിതകൾക്ക് 6%, പുരുഷന്മാർക്ക് 8%മാണ് നിരക്ക്. ചെറുകിട വ്യവസായ, കച്ചവട സംരംഭങ്ങൾ, ചെറുകിട സാങ്കേതിക മേഖലകൾ, ഗതാഗത സേവനം, കോഴി വളർത്തൽ, കന്നുകാലി വളർത്തൽ, മീൻ വളർത്തൽ, മത്സ്യബന്ധനം, വിൽപ്പന, പരമ്പരാഗത കരകൗശല മേഖല തുടങ്ങിയവയ്ക്കായിരിക്കും മുൻഗണന. അപേക്ഷാ ഫോമും കൂടുതൽ വിവരങ്ങളും കോർപ്പറേഷന്റെ www.ksmdfc.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ മുൻ MLA സ്റ്റീഫൻ ജോർജ്, മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ മുജീബ് C, ഡെപ്യൂട്ടി മാനേജർ MK ഷംസുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ ചാലപ്പുറത്തെ ഡയാലിസിസ് സെന്ററിന്റെ മാർഗദർശിയും പ്രമുഖ ഡോക്ടറുമായ PM കുട്ടിയുടെ പേര് നൽകി. ഡോക്ടർ PM കുട്ടി മെമ്മോറിയൽ ഡയാലിസിസ് സെന്റർ എന്ന പുനർനാമകരണം മാതൃഭൂമി MD MV ശ്രേയംസ് കുമാർ നിർവഹിച്ചു. മാതൃകാ സഹകരണ സംഘത്തിന് അനുവദിച്ച ഡയാലിസിസ് സെന്റർ വാടക കെട്ടിടത്തിൽ 2012-ൽ 6 ഡയാലിസിസ് മെഷീനുകളുമായാണ് പ്രവർത്തനം ആരംഭിച്ചത്. തുടർന്ന് 2014-ൽ കെട്ടിടം ഉൾപ്പെടുന്ന സ്ഥലം ബാങ്ക് വിലയ്ക്ക് വാങ്ങുകയും അവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു. 12 ഡയാലിസിസ് മെഷീനുകളോടെ ഡയാലിസിസ് പൂർണ്ണമായും ഇന്ന് സൗജന്യമായാണ് ചെയ്തു വരുന്നത്. 2023 മുതൽ ഈ ഡയാലിസിസ് സെന്റർ 3 ഷിഫ്റ്റുകളിലായി പ്രതിദിനം 36 എന്ന തോതിൽ 72 രോഗികൾക്ക് സേവനം ലഭ്യമാക്കുന്നു. 2024 വരെ 77,759 ഡയാലിസിസ് ബാങ്ക് സൗജന്യമായി നടത്തിയിട്ടുണ്ട്. ചാലപ്പുറത്തെ പ്രമുഖ ഡോക്ടറും ഡയാലിസിസ് സെന്റർ തുടങ്ങാൻ മാർഗദർശിയുമായ അന്തരിച്ച ഡോക്ടർ PM കുട്ടിയുടെ പേരാണ് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയാലിസിസ് സെന്ററിന് നൽകുന്നത്. ഡയാലിസിസ് സെന്ററിന്റെ പുനർനാമകരണം മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയംസ് കുമാർ നിർവഹിച്ചു. ഡോക്ടർ PM കുട്ടിയുടെ പേരിൽ ഇതിനെ പുനർനാമീകരണം ചെയ്തത് വളരെ ഉചിതമാണ്. ഇതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കൂടിയായിരുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമർപ്പിച്ചുകൊണ്ട് ഈ സെന്ററിന്റെ പുനർനാമകരണം ചെയ്ത അറിയിച്ചുകൊണ്ട് വാക്കുകൾ സംസാരിക്കുന്നു. നമസ്കാരം. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. കേരള സർക്കാരിന്റെ ധനസഹായമൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും ബാങ്ക് അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ അന്നത്തെ ഭരണസമിതി പൂർണ്ണമായും സൗജന്യമായ ഡയാലിസിസ് ചെയ്തു വരുന്നു. 6 മെഷീനുകൾക്ക് പകരം 12 മെഷീനുകളുമായാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ CN വിജയകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കുട്ടി ഡോക്ടറും
ഞാനും അബ്ദുള്ളയൊക്കെ ഒരു വൈകുന്നേരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു. അത് കുട്ടി ഡോക്ടറെ ക്ലിനിക്കിൽ വെച്ചിട്ടായിരുന്നു. കുട്ടി ഡോക്ടറെ ക്ലിനിക്ക് എന്ന് പറയുന്നത് ഇന്ന് ഡയാലിസിസ് സെന്റർ നിൽക്കുന്ന സ്ഥലം. അക്കൂട്ടത്തിലാണ് കുട്ടി ഡോക്ടർ പറഞ്ഞത്, ഒരു ഡയാലിസിസ് സെന്റർ നമുക്ക് തുടങ്ങണം, എല്ലാ സൗകര്യം ഞങ്ങൾ ചെയ്തു തരാം. അങ്ങനെയാണ് സിറ്റി ബാങ്ക് അന്നൊരു ഡയാലിസിസ് സെന്റർ അവിടെ തുടങ്ങുകയും നാഷണൽ ഡയറി ഫെഡറേഷൻ ഡയറക്ടർ ഗവേണിംഗ് കൗൺസിൽ അംഗം സിക്കിമിൽ നിന്നുള്ള മംഗൾജിത്ത് റോയിയെ ചടങ്ങിൽ ആദരിച്ചു. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ജി നാരായണൻകുട്ടി, പി കെ കൃഷ്ണനുണ്ണി രാജ, ചാലപ്പുറം രക്ഷാസമിതി സെക്രട്ടറി സജീവൻ, ഡയാലിസിസ് സെന്റർ ഡോക്ടർ ജയമീന, സഹകരണ ബാങ്ക് ഡയറക്ടർ അബ്ദുൾ അസീസ്, അഡ്വക്കേറ്റ് കെ പി രാമചന്ദ്രൻ തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നാഷണൽ NGO കോൺഫെഡറേഷൻ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. ഉത്തരമേഖല IG കെ സേതുരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരി ഉപയോഗം മാനവ വിഭവശേഷിയെ നശിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മാനവ വിഭവശേഷിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രവണതയാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ സമൂഹത്തിൽ സംഭവിക്കുന്നതെന്നും സാമൂഹിക പ്രശ്നങ്ങളുടെ കേന്ദ്ര ബിന്ദുവും ഭാവി തലമുറ ലക്ഷ്യബോധമില്ലാത്തവരെ മാറുന്നതിന് കാരണവും ലഹരിയാണെന്ന് ഉത്തരമേഖല പോലീസ് ഇൻസ്പെക്ടർ ജനറൽ കെ സേതുരാമൻ പറഞ്ഞു. കൊലപാതകങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ആത്മഹത്യ, അപകടങ്ങൾ എന്നിവ അനുദിനം വർദ്ധിച്ചു വരുന്നതിന്റെ ഉറവിടം ലഹരിയുടെ ആസക്തിയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. നാഷണൽ NGO കോൺഫെഡറേഷനും ഗാന്ധി പീസ് ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പിന്നീട് തുടക്കത്തിലുള്ള സമയത്ത് ഒരു ചെറിയ രീതിയിൽ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടെന്ന് തുടങ്ങിയിട്ട് പിന്നെ ഇതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ പിന്തിരിയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ന്യൂറോണൊക്കെ ഒരുപാട് ബാധിക്കും. 18 വയസ്സ് 15 വയസ്സ് മുമ്പ് ഈ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞ ആൾക്കാരുടെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ 50% കൂടുതൽ ആൾക്കാരും അഡിഷനായിട്ട് മാറുന്നതാണ്. അതേസമയത്ത് 18 വയസ്സ് 20 വയസ്സ് മുകളിലേക്കുള്ള ആരെങ്കിലും ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ 15% മാത്രമാണ് അതിനകത്ത് അഡിഷനാകുന്നത്. അഡിഷനായി കഴിഞ്ഞാൽ പിന്നെ എന്തെന്നേക്കുമായി നിങ്ങൾ അഡിക്റ്റാണ്. ഇത് റീഹാബിലിറ്റേഷൻ നടത്തി തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ ലഹരി എന്ന് പറയുന്നത് ഒരു വിഷമായിട്ട് കൺസിഡർ ചെയ്ത് ഇത് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏതായാലും നമുക്ക് അഫക്റ്റ് ആവും. ഇത് തൊടാതിരിക്കുക നല്ലത്. ചടങ്ങിൽ NGO ജില്ലാ പ്രസിഡന്റ് മോഹനൻ കോട്ടൂർ അധ്യക്ഷത വഹിച്ചു. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് T ബാലകൃഷ്ണൻ, നാഷണൽ NGO കോൺഫെഡറേഷൻ ഡയറക്ടർ ബേബി കിഴക്കേഭാഗം, ലയൺസ് ക്ലബ് പ്രസിഡന്റ് മധുസൂദനൻ P, സുരേഷ് ബാബു, അഡ്വക്കേറ്റ് P ജാനകി, TKA ആസീസ്, U രാമചന്ദ്രൻ, V മനോജ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രതീഷ് ചാർസ്, T സുജിത, ഷബീർ, നൂർജഹാൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട്ട് നടന്ന ചടങ്ങിൽ AC ഷൺമുഖദാസ് പുരസ്കാരം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഏറ്റുവാങ്ങി. NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ പുരസ്കാരം സമർപ്പിച്ചു. ജനതാൽപര്യത്തിനനുസരിച്ച് തിരുത്തേണ്ടത് തിരുത്തി LDF തിരിച്ചെത്തുമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ജനതാൽപര്യത്തിനനുസരിച്ച് തിരുത്തേണ്ടത് തിരുത്തി LDF തിരിച്ചുവരുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. AC ഷൺമുഖദാസ് പുരസ്കാരം NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയിൽ നിന്ന് ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനവിധിയെ പൂർണ്ണമായി മാനിക്കുന്നു. ജനങ്ങൾ ചില മുന്നറിയിപ്പുകൾ തന്നു. ആ മുന്നറിയിപ്പിനെ ഗൗരവത്തോടെ കാണുന്നു.
ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് LDF ഇപ്പോൾ പോകുന്നത് പോലെ പോയാൽ പോരെന്നാണ്. ഇടതുപക്ഷ ആശയങ്ങളുടെ പ്രകാശനമായ പാതയിലൂടെ മുന്നോട്ടു പോവാനുള്ള അവരുടെ കൽപ്പനയെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ബഹുമതിയായി തന്നെ കണ്ടുകൊണ്ട് ഏറ്റുവാങ്ങാൻ, PC ചാക്കോയെപ്പോലൊരു നേതാവിൻ്റെ പക്കൽ നിന്ന് ഏറ്റുവാങ്ങാൻ, ശശിധരൻ്റെയും ഡോക്ടർ പാറക്കുട്ടിയുടെയും സമീപത്തിൽ ഏറ്റുവാങ്ങാൻ എല്ലാം എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോടെല്ലാം വളരെ വളരെ വിനീതനായി ബഹുമാനമേകുന്ന ഈ പുരസ്കാരം NCP തരുന്ന, ഗോവിന്ദനാരായണ സ്മരണ സമിതി തരുന്ന ഷൺമുഖദാ സ്മാരക പുരസ്കാരം ഏറ്റുവാങ്ങാനുള്ള എൻ്റെ വിനീതമായ ഒരു അഭിമാനബോധം മറച്ചു വെക്കാതെ ഞാനത് ഏറ്റെടുക്കുന്നു, ഏറ്റുവാങ്ങുന്നു. എല്ലാവർക്കും നമസ്കാരം. ജനഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഭരണകൂടങ്ങൾക്ക് കഴിയണമെന്ന് പുരസ്കാരം സമ്മാനിച്ച PC ചാക്കോ പറഞ്ഞു. CK ഗോവിന്ദൻ നായർ, AC ഷൺമുഖദാസ് അനുസ്മരണ സമ്മേളനവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. കഥാവിശേഷനായി കഴിഞ്ഞിട്ട് 61 വർഷക്കാലം കഴിഞ്ഞിട്ടും ഇന്നും ഒരു വലിയ ഒരു ആദർശ പ്രതീകമായി നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ശ്രീ CK ഗോവിന്ദൻ നായർ. CK ഗോവിന്ദൻ നായർ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഇന്ന് വരെ കണ്ടിട്ടുള്ള നേതാക്കന്മാരിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തരായിരുന്നു. പഠന കേന്ദ്രം ചെയർമാൻ മന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുക്കം മുഹമ്മദ്, P സുധാകരൻ, M ആലിക്കോയ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വീടില്ലാത്തവർക്ക് വീട് പദ്ധതിയുമായി ലയൺസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് ഗുഡ്നസ്. പദ്ധതിയുടെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ഗവർണർ TK രജീഷ് നിർവഹിച്ചു. 15 ലക്ഷം രൂപ ചെലവിട്ടാണ് വീടുകൾ നിർമ്മിക്കുന്നത്. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലിനു കീഴിലെ ലയൺസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് ഗുഡ്നസ് വീടില്ലാത്തവർക്ക് വീട് പദ്ധതി ഒരുക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം ഫാറൂഖ് നെല്ലൂരിൽ നടന്ന ചടങ്ങിൽ ഡിസ്ട്രിക്ട് ഗവർണർ TK രജീഷ് നിർവഹിച്ചു. നമ്മുടെ അധികാരം വരുമ്പോൾ 50 വീടുകൾ നിർമ്മിച്ചു കൊടുക്കണമെന്നാണ്. ഏതാണ്ട് 46 വീടുകൾ ഈ വർഷം നമ്മുടെ വിവിധ ക്ലബ്ബുകളെ നമുക്ക് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ 29 വീടുകൾ മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടുകൂടിയാണ്. 2.5 ലക്ഷം രൂപ മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടുകൂടി 29 വീടുകളും ക്ലബ്ബുകൾ നേരിട്ടിട്ട് 17 വീടുകൾ ചെയ്തു കൊടുത്തു. അങ്ങനെ 46 വീടുകൾ ഈ വർഷം നമുക്ക് ചെയ്യാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. അതിൽ ഒരു വീട് ഇത്രയും മനോഹരമായ വീട്, നമ്മളത് മണപ്പുറത്തിന്റെ 400 സ്ക്വയർ ഫീറ്റിന് മേലെയാണെന്നേ, പക്ഷേ ഇത് ഏതാണ്ട് 700 ചില്ലറ സ്ക്വയർ ഫീറ്റുള്ള ഒരു വലിയ വീടാണ്. ശരിക്കും സ്വാഭാവികം എനിക്കൊന്ന് ആദ്യമായിട്ട് നമ്മൾ ഈ വർഷത്തെ വീട്ടിൽ സ്റ്റെയർ കേസൊക്കെയുള്ള വീടിലാണ്. ബാക്കിയൊക്കെ ചെറിയ 400-450 സ്ക്വയർ ഫീറ്റിലെ വീടുകളാണ്. കാലിക്കറ്റ് ഗുഡ്നസ് പ്രസിഡന്റ് ബിന്ദു മുരളീധരൻ അധ്യക്ഷയായിരുന്നു. സോൺ ചെയർപേഴ്സൺ PK മുരളീധരൻ, ജില്ലാ ക്യാബിനറ്റ് സെക്രട്ടറി ശ്രീനിവാസ പൈ, റീജിയൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ദേവാനന്ദ്, ചീഫ് അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി സെനോൺ, ചീഫ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ സുധാകരൻ, ട്രഷറർ അനൂപ് കുമാർ എന്നിവർ സംസാരിച്ചു. 15 ലക്ഷം രൂപയാണ് വീടുകളുടെ നിർമ്മാണ ചെലവ്. ഒരുപാട് സർവീസ് പ്രൊജക്റ്റ് ചെയ്യുന്ന ലയൺസ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും നല്ലൊരു സർവീസ് പ്രൊജക്റ്റാണ് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുക എന്നുള്ളത്. അതിന് മെയിനായിട്ട് ഞങ്ങൾ കാണുന്ന യോഗ്യത എന്ന് പറയുന്നത് BPL കാർഡുള്ളവർക്കാണ്. പിന്നെ കൂടാതെ സ്വന്തമായിട്ട് അവർക്കൊരു 3.5 സെന്റ് സ്ഥലം ഉണ്ടായിരിക്കണം. അങ്ങനെ ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാരെ കണ്ടെത്തിയാണ് ഞങ്ങൾ ഈ ഒരു വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഈ ഒരു സർവീസ് ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പ്രകൃതി സൗഹൃദ നിർമ്മാണ രീതി പിന്തുടരാൻ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹം ഉണ്ടാവണമെന്ന് അരിസോണ യൂണിവേഴ്സിറ്റി പ്രൊഫസർ നാരായണൻ നെയ്തലത്ത്. കാലിക്കറ്റ് ചേംബർ സംഘടിപ്പിച്ച സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
നിർമ്മാണ മേഖലയാണ് ഏതൊരു രാജ്യത്തിന്റെയും സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നതെന്ന് ആമുഖ പ്രസംഗത്തോടെയാണ് പ്രൊഫസർ നാരായണൻ നെയ്തലത്ത് സംവാദത്തിന് തുടക്കമിട്ടത്. 2050 ആകുമ്പോഴേക്കും ലോക ജനസംഖ്യ 9.7 ബില്യണായി വർദ്ധിക്കും. അതനുസരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളും കൂടും. അന്തരീക്ഷ മലിനീകരണം ലഘൂകരിക്കാൻ ഹരിത നിർമ്മാണ രീതി പിന്തുടരണമെന്ന് വ്യക്തമാക്കിയ നാരായണൻ അവ ഉൾക്കൊള്ളുന്ന സമൂഹവും ഉണ്ടാവണമെന്നും ഓർമ്മപ്പെടുത്തി. You have to make technological progress. The society has to accept it and find ways to accept it. There has to be policy changes. There has to be incentives in using it. And there has to be a group of technocrats willing to adopt and implement these strategies by taking risks so that we go faster. Okay, thank you so much. കാലിക്കറ്റ് ചേംബർ ഹാളിൽ നടന്ന ചടങ്ങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൗൺ പ്ലാനേഴ്സ് ഇന്ത്യ കേരള ചാപ്റ്റർ സെക്രട്ടറിയും LSJD ടൗൺ പ്ലാനറുമായ LS രാജി ഉദ്ഘാടനം ചെയ്തു. ചേംബർ പ്രസിഡന്റ് വിനീഷ് വിദ്യാധരൻ അധ്യക്ഷനായി. എഞ്ചിനീയർ ആനന്ദമണി, എഞ്ചിനീയർ ഷാജി കൃഷ്ണ, സുബൈർ കൊളക്കാടൻ, ഡോക്ടർ K മൊയ്തു, ചേംബർ സെക്രട്ടറി സിറാജുദ്ദീൻ ഇല്ലത്തൊടി, വിശോബ് പനങ്ങാട് തുടങ്ങിയവർ സംബന്ധിച്ചു. ITPI, ബായ്, ഗ്രേസ്, CMA, ICI എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. നിർമ്മാണ രീതികളിൽ പരീക്ഷണങ്ങൾ നടത്തിയ അമേരിക്കയിലെ മലയാളി സാന്നിധ്യം നാരായണൻ നെയ്തലത്തുമായുള്ള സംവാദം അവബോധം സൃഷ്ടിക്കുന്ന ഒന്നായി മാറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കുറ്റിച്ചിറ GVHSS വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ സന്ദേശം, പ്രതിജ്ഞ, ലഹരിക്കെതിരെ സുരക്ഷാ വലയം, സംഗീത ശില്പം, റാലി, പോസ്റ്റർ നിർമ്മാണം തുടങ്ങിയ പരിപാടികളിൽ കുട്ടികൾ ഒരേ മനസ്സോടെ പങ്കെടുത്തു. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് GVHSS കുറ്റിച്ചിറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി NSS യൂണിറ്റ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. രാവിലെ VHSC പ്രിൻസിപ്പൽ ഡോക്ടർ സുബി K ബാലകൃഷ്ണൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. NSS വളണ്ടിയർ ഫാത്തിമ റുക്സാന ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിമൺ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റ് സൈക്കോ സോഷ്യൽ കൗൺസിലർ മിസിസ് ഡോണ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കോഴിക്കോട് സിറ്റി പോലീസ് ലഹരി വിരുദ്ധ ദിനത്തിൽ സംഘടിപ്പിച്ച ലഹരിക്കെതിരെ വിദ്യാർത്ഥികളുടെ സുരക്ഷാ വലയം എന്ന പരിപാടിയിൽ VHSC വിദ്യാർത്ഥികൾ ഗുജറാത്തി വിദ്യാലയ ഓഡിറ്റോറിയത്തിൽ ലഹരിക്കെതിരെ സംഗീത നൃത്ത ശില്പം അവതരിപ്പിച്ചു. പോസ്റ്റർ നിർമ്മാണവും ലഹരി വിരുദ്ധ റാലിയും സംഘടിപ്പിച്ചു. വിവിധ പരിപാടികൾക്ക് VHSC പ്രിൻസിപ്പൽ ഡോക്ടർ സുബി K ബാലകൃഷ്ണനും NSS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി ശ്രീകല എസും മറ്റു അധ്യാപകരും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ തൈക്കാണ്ടോ അസോസിയേഷന്റെ നേതൃത്വത്തിൽ 26ാമത് സീനിയർ ജൂനിയർ തൈക്കാണ്ടോ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജൂൺ 29, 30 തീയതികളിൽ നടക്കും. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി ഉദ്ഘാടനം ചെയ്യും. 14 ജില്ലകളിൽ നിന്നായി 900ഓളം കായിക താരങ്ങൾ പങ്കെടുക്കും. 26ാമത് ജൂനിയർ സീനിയർ സംസ്ഥാന തൈക്കാണ്ടോ ചാമ്പ്യൻഷിപ്പാണ് VK മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കും. ജൂനിയർ വിഭാഗത്തിൽ 10 വെയിറ്റ് കാറ്റഗറി പെൺകുട്ടികൾക്കും അതേപോലെ തന്നെ 10 വെയിറ്റ് കാറ്റഗറി ആൺകുട്ടികൾക്കുമായിട്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 20 ഗോൾഡ് മെഡലും 20 സിൽവർ മെഡലും 40 ബ്രോൺസ് മെഡലും ജൂനിയർ വിഭാഗത്തിൽ കുട്ടികൾ മെഡൽ കരസ്ഥമാക്കുമ്പോൾ സീനിയർ വിഭാഗത്തിൽ 8 വെയിറ്റ് കാറ്റഗറിയായി 16 ഗോൾഡ് മെഡലും 16 സിൽവർ മെഡലും 32 ബ്രോൺസ് മെഡലുമായിട്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് കുറുകി വിഭാഗത്തിലാണ്. 2 വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് കുറുകി വിഭാഗത്തിലും അതേപോലെ തന്നെ പുംസെ വിഭാഗത്തിലുമായിട്ടാണ് മത്സരങ്ങൾ. പുംസെ മത്സരങ്ങൾ സീനിയറിൽ നടക്കുന്നതോടൊപ്പം തന്നെ ജൂനിയറിലും 30 വയസ്സ് വരെ അണ്ടർ 30 വിഭാഗങ്ങളിൽ വരെയുള്ള മത്സരങ്ങളാണ് നാഷണൽ ഗെയിംസിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. 14 ജില്ലകളിൽ നിന്നായിട്ട് 1000-ൽ പരം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ഓരോ വെയിറ്റ് കാറ്റഗറിയിൽ നിന്ന് ആണ് ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ച് 1ഉം 2ഉം സ്ഥാനം കരസ്ഥമാക്കിയ അവർക്കാണ് ഈ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. അതിൽ നിന്ന് 1ാം സ്ഥാനം കിട്ടുന്നവർക്കായാണ് നാഷണൽ ഗെയിംസിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജീവനക്കാർക്ക് ഒരു പ്രയോജനവുമില്ലാത്ത പദ്ധതിയാണ് മെഡിസെപ്പ് എന്ന് കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ.
പൊതുവിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ആകർഷകമായ നിരക്കിൽ വായ്പാ സൗകര്യങ്ങൾ ഒരുക്കി സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ഡയാലിസിസ് സെന്റർ ഇനി ഡോക്ടർ PM കുട്ടി മെമ്മോറിയൽ ഡയാലിസിസ് സെന്റർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.